മധ്യപ്രദേശിലെ സഞ്ചാരത്തിനിടയിൽ പുരാണപ്രസിദ്ധമായ ഉജ്ജയിൻ എന്ന പുണ്യനഗരത്തിലെത്തിയിരിക്കുകയാണ് ഞാൻ. ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുള്ള നഗരം. ഇന്ന് ഈ നഗരത്തിലൂടെ നടക്കുമ്പോൾ ഉത്തരേന്ത്യയിലെ മറ്റേതൊരു നഗരത്തിൻ്റെയും അഴകില്ലായ്മയും വൃത്തിയില്ലായ്മയും ഇവിടെയും കണ്ടറിയാം. ഇടുങ്ങിയ തെരുവുകൾ, വൃത്തിഹീനമായ വഴിയോരങ്ങൾ, ബൈക്കുകൾ തലങ്ങും വിലങ്ങും പാർക്ക് ചെയ്തിരിക്കുന്നു. ഇന്നലെ രാത്രി ഒരു മഴ പെയ്തിരുന്നു. അതോടെ വൃത്തികേടുകൾ പാരമ്യത്തിലെത്തിയിരിക്കുകയാണ്. തെരുവിൽ ചിലയിടത്ത് ചായക്കടകൾ, പാല് കാച്ചിയും മറ്റും കടക്കാർ രാവിലത്തെ കച്ചവടത്തിനൊരുങ്ങുന്നു. പൊഹ എന്നൊരു വിഭവമാണിത്. നമ്മുടെ അവൽ തന്നെയാണ് പൊഹ. മധുരമില്ലെന്നേയുള്ളൂ. ചില മസാലകളും കടലയുമൊക്കെ ചേർത്ത് അതങ്ങനെ കൂമ്പാരം കൂട്ടിവെച്ചിരിക്കുന്നു. ഇത് ഉത്തരേന്ത്യയിലെ പ്രധാനപ്പെട്ടൊരു പ്രഭാത ഭക്ഷണമാണ്. ചില സ്വാമിമാർ ഇവിടെ ഇരിപ്പുണ്ട്. മറ്റൊരു കടയിൽ ആലു പൊറോട്ട ഉണ്ടാക്കുന്നു. പലതരം പൊറോട്ടകളുണ്ട്. ഉള്ളിൽ ഉരുളക്കിഴങ്ങ് വെച്ചതാണ് ആലു പൊറോട്ട. ഇവിടുത്തെ ചായയ്ക്കും പ്രത്യേകതയുണ്ട്. പാല് അടുപ്പിൽ വെച്ച് കാച്ചിക്കുറുക്കി ചില മസാലകളും പഞ്ചസാരയും എല്ലാം ഇട്ട് തേയില ചേർത്ത് ചെറിയൊരു കപ്പിലാണ് തരിക. വേറൊരിടത്ത് ക്ഷേത്ര ദർശനത്തിനെത്തിയ ചിലരുടെ സൂപ്പർ ബൈക്കുകൾ പാർക്ക് ചെയ്തിരിക്കുന്നു. കിടിലൻ ബൈക്കുകൾ. നമ്പർ പ്ലേറ്റിൽ നിന്നും മധ്യപ്രദേശുകാരുടേത് തന്നെയാണെന്ന് മനസ്സിലായി. അല്പം കഴിഞ്ഞപ്പോഴേക്കും ബൈക്കർമാർ എത്തി. ചമയങ്ങളൊക്കെ അണിഞ്ഞ് അവർ യാത്ര പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. സമ്പന്നരായ കക്ഷികൾ 2 പേരുണ്ട്. ഞാൻ അല്പനേരം അവരുടെ ഒരുക്കം കണ്ടുനിന്നു. അഡ്വഞ്ചർ ബൈക്കായ ട്രയംഫ് ടൈഗറാണ് ഒന്ന്. മറ്റൊന്ന് ഹാർലി ഡേവിഡ്സണും. ബൈക്കർമാർ സമ്പന്നരും പ്രമാണിമാരുമാണെന്ന് മനസ്സിലായി. ആളുകൾ വലിയ ആദരവോടെ ചുറ്റും നിൽപ്പുണ്ട്. അവരങ്ങനെ കടന്നുപോയി. അപ്പോഴേക്കും ഒരു ചങ്ങാതി എന്നെ സമീപിച്ചു. ക്ഷേത്ര ദർശനത്തിന് വഴിയുണ്ടാക്കിത്തരാം എന്നാണ് പറയുന്നത്. 1000 രൂപ നൽകിയാൽ മതി. തിക്കിലും തിരക്കിലും പെടാതെ ക്യൂ നിൽക്കാതെ സുരക്ഷിതമായി പോയി ഭഗവാനെ തൊഴാം. അതിന് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ക്യാമറയുമായി കയറാനാവുമോ എന്ന് ഞാൻ ചോദിച്ചു. അത് സമ്മതിക്കില്ല. ക്യാമറയും ബാഗുമെല്ലാം പുറത്തു വെക്കണം. അതെവിടെ വെക്കും? സുരക്ഷിതമായി സൂക്ഷിക്കാൻ ഒരിടമില്ല. തിരികെ പോയി വാഹനത്തിൽ വെച്ച് വീണ്ടും വരുന്നതിൽ കാര്യവുമില്ല. ക്ഷേത്ര ദർശനത്തിന് കൊണ്ടുപോകുന്ന കാര്യം ഇദ്ദേഹം ഏറ്റുകഴിഞ്ഞു. വേറൊരു കൂട്ടർ ഇവിടെയുണ്ട്. കുറി തൊടിയിക്കലാണ് അവരുടെ പരിപാടി. ഇവിടെ എത്തുന്ന ഭക്തരുടെ എല്ലാം നെറ്റിയിൽ കളഭവും ചന്ദനവും കുങ്കുമവും ചാർത്തിക്കൊടുക്കും. ഇതിന് നിശ്ചിതമായൊരു തുകയൊന്നുമില്ല. ഭക്തർ ഇഷ്ടമുള്ളത് നൽകുന്നു. കുറെ പേർ ഈ പരിസരത്ത് ഇങ്ങനെ ഉപജീവനം നടത്തുന്നുണ്ട്. കലാപരമായാണ് കുറിതൊടൽ. അതിന് ദക്ഷിണയായി ചെറിയ തുക തട്ടിലിട്ടാൽ മതി. 10 രൂപയിൽ കുറഞ്ഞ് ആരും ഇടാറില്ല എന്ന് ഇവർ പറയുകയും ചെയ്യും. കുറച്ചു കുട്ടികളുമുണ്ട് ഈ കൂട്ടത്തിൽ. ബാല്യത്തിൽ തന്നെ ഇവർ ഈ പണിയുമായി തെരുവിലേക്കിറങ്ങുകയാണ്. ഇങ്ങനെയുള്ള 100 കണക്കിന് പേർ കളഭചന്ദനാദികളുടെ തട്ടുമായി തെരുവിലുണ്ട്. സ്കൂളിൽ പോകുന്നില്ലേ എന്ന് ഞാൻ ഇവനോട് ചോദിച്ചു. ഇപ്പോൾ സ്കൂളില്ലാത്ത കാലമാണല്ലോ എന്നാണ് മറുപടി. കളഭം ചാലിച്ചത്, പിന്നെ കുങ്കുമവും. ഇതാണ് ഇവന്റെ തട്ടിലെ കുറിക്കൂട്ടുകൾ. ഞാൻ അവനോട് സംസാരിച്ചു നിൽക്കുമ്പോഴേക്കും ഒരു സ്ത്രീ എത്തി. കയ്യിൽ പൊതിഞ്ഞു വച്ചിരിക്കുന്നത് ഒരു കുഞ്ഞിനെയാണ്. ഭിക്ഷയ്ക്കാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഏത് ക്ഷേത്രനഗരിയിലുമുണ്ടല്ലോ ഭിക്ഷാടകർ. ക്ഷേത്രനടയുടെ ദൃശ്യമെങ്കിലും പകർത്തണം. ഇവിടെ നിന്നൊന്നും ക്ഷേത്രത്തിന്റെ കാഴ്ച ലഭിക്കുന്നില്ല. തെരുവിനെ അതിരിട്ട് നിൽക്കുന്ന കെട്ടിടങ്ങളുടെ നിരയ്ക്ക് അകത്തെവിടെയോ ആണ് ക്ഷേത്രം. ഉജ്ജയിനിലെ മാത്രമല്ല, വാരണാസി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊന്നും പ്രധാന ക്ഷേത്രത്തെ അകലെ നിന്ന് കാണാൻ കഴിയില്ല.
കെട്ടിടങ്ങൾ അതിനെയെല്ലാം പൊതിഞ്ഞു നിൽക്കുകയാണ്. ആ ക്ഷേത്രമൊന്ന് പൂർണ്ണരൂപത്തിൽ കാണാനാവുന്ന സ്ഥലം തേടിയാണ് എന്റെ നടത്തം. ജനം പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാകാലേശ്വർ ക്ഷേത്രത്തിന്റെ നല്ലൊരു ദൃശ്യം പകർത്താവുന്ന ഒരിടം കണ്ടെത്തണം. ചുറ്റുവഴികളിലൂടെയൊക്കെ ഒന്ന് നടന്നു. ഒരിടത്ത് നിൽക്കുമ്പോൾ പല വഴികളിലൂടെ ആളുകൾ ക്ഷേത്രത്തിലേക്ക് വരുന്നതും പോകുന്നതുമെല്ലാം കാണാം. ഇന്നലത്തെ മഴ കൂടിയായപ്പോൾ വഴിയാകെ ചെളി പിടിച്ചു കിടക്കുകയാണ്. അവിടെയും ആളുകൾ ചെരുപ്പില്ലാതെയാണ് നടക്കുന്നത്. അപൂർവം ചിലരെ മാസ്ക് ധരിക്കുന്നുള്ളൂ. കച്ചവടക്കാരാവട്ടെ തീർത്ഥാടകരാവട്ടെ ഇവിടെയുള്ള 99% ആളുകളും മാസ്ക് ഉപയോഗിക്കുന്നില്ല. കോവിഡ് പടരുന്ന നാളുകളിലാണ് ഞാൻ ഇതിലേ പോകുന്നത്. എന്നാൽ ആ മഹാമാരിയെക്കുറിച്ച് ഇവിടെയൊന്നും ആരും ബോധവാന്മാരാണെന്ന് തോന്നുന്നില്ല. രുദ്രാക്ഷവും മാലകളുമെല്ലാം വിൽക്കുന്ന ധാരാളം കടകൾ. ഏതെങ്കിലും ഒരു കെട്ടിടത്തിന്റെ മുകളിൽ കയറിയാൽ ക്ഷേത്രത്തിന്റെ കാഴ്ച ഷൂട്ട് ചെയ്യാം. ഇവിടെ ഒരു പടിക്കെട്ട് കണ്ടു. നന്ദി റൂംസ് എന്നൊരു ഹോട്ടലിന്റെ പടവുകളാണ്. ആരോടും അനുവാദം ചോദിച്ചൊന്നുമില്ല. റിസപ്ഷനിൽ കിടന്നുറങ്ങിയിരുന്നയാളെ ഉണർത്താനും പോയില്ല. ഗൗണി ഇറങ്ങുന്നത് ഒരു ടെറസിലേക്കാണ്. ഇത് കൃത്യമായ സ്ഥലം തന്നെ. നേരെ മുന്നിൽ കാണുന്നതാണ് ചരിത്രപ്രസിദ്ധമായ മഹാകാലേശ്വർ ക്ഷേത്രം. മഹാകാലേശ്വർ ജ്യോതിർലിംഗ്. ഇന്ത്യയിൽ ആകെയുള്ള 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. താഴെ ചില ഉത്ഖനന പ്രവർത്തനങ്ങൾ നടക്കുന്നത് കാണുന്നുണ്ട്. പഴയകാലത്തെ കൊട്ടാരങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും മറ്റും അവശിഷ്ടങ്ങൾ കണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. മഹാകാലേശ്വർ ക്ഷേത്രം ഇവിടെ സ്ഥാപിതമായത് എന്നാണെന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളൊന്നുമില്ല. വിക്രമാദിത്യന്റെ കാലത്ത് തന്നെ ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നു. അത് ഇന്ന് കാണുന്ന രീതിയിൽ നവീകരിച്ചത് 20-ാം നൂറ്റാണ്ടിലാണെന്ന് മാത്രം. ഉജ്ജയിന്റെ ഈ ക്ഷേത്രഭാഗങ്ങളും പുരാവസ്തു കേന്ദ്രങ്ങളുമെല്ലാം വിപുലീകരിച്ച് വലിയൊരു ചരിത്ര കോംപ്ലക്സാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹോട്ടലിന്റെ ടെറസിൽ നിന്നും താഴെ ഇറങ്ങി ഞാൻ തിരികെ നടന്നു. ഉത്ഖനനവും നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്നതുകൊണ്ടാണ് വലതുവശത്ത് വേലി കെട്ടിയിരിക്കുന്നത്. എന്നെ കണ്ടതോടെ പഞ്ചാബ് റാവു കാറുമായി വന്നു. കാറിൽ കയറി യാത്ര തുടർന്നു. ഇനി പോകുന്നത് ക്ഷിപ്ര നദിയുടെ തീരത്തേക്കാണ്. ഉജ്ജയിനിലൂടെ ഒഴുകുന്ന പ്രധാന നദിയാണ് ക്ഷിപ്ര. അവിടെ നിരവധി ഘട്ടുകളുണ്ട്. അതിൽ തന്നെ ശ്രീറാം ഘട്ട് എന്നറിയപ്പെടുന്ന പ്രധാന ഘട്ടിലേക്ക് പോകാനാണ് ഞാൻ പഞ്ചാബ് റാവുവിനോട് പറഞ്ഞിരിക്കുന്നത്. ഉജ്ജയിനിലെ കുംഭമേളയുടെ പ്രധാന വേദിയാണ് ശ്രീറാം ഘട്ട്. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ കുംഭമേളയാണ് 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഉജ്ജയിൻ കുംഭമേള. ഭാരതത്തിലെ 9 പുണ്യനഗരങ്ങളിൽ ഒന്നായാണ് ഉജ്ജയിനെ കണക്കാക്കുന്നത്. ചരിത്രവും മിത്തും പൈതൃകവുമെല്ലാം സംഗമിക്കുന്ന ഒരു നഗരം. പുരാതന ഭാരതം കണ്ടതിൽ വെച്ച് ഏറ്റവും ബുദ്ധിമാന്മാരായ ആളുകൾ ഒരുമിച്ച് വസിച്ച നഗരമെന്ന ഒരു വിശേഷണമുണ്ട് ഉജ്ജയിന്. സാഹിത്യം, ഗണിതം, ജ്യോതിശാസ്ത്രം, യോഗാഭ്യാസം, വൈദ്യശാസ്ത്രം തുടങ്ങി സംസ്കൃത നിഘണ്ടു നിർമ്മാണത്തിൽ വരെ പ്രാഗൽഭ്യമുള്ളവരായിരുന്നു കാളിദാസൻ ഉൾപ്പെടെയുള്ള ആ പണ്ഡിതർ. കാർ ക്ഷിപ്ര നദിക്കരയിലെ ശ്രീറാം ഘട്ടിന്റെ സമീപത്തേക്കെത്തി. അതിൽ നിന്നിറങ്ങി കല്ലുപാകിയ വഴിയിലൂടെ ഘട്ടിലേക്ക് നടന്നു. പ്രദേശമാകെ ഒന്ന് വൃത്തിയാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇതുവഴി നേരെ നടന്നാൽ ഘട്ടിലേക്കാണ് എത്തുക. ഇതാണ് ക്ഷിപ്ര നദി. അവിടെ ഒരു ശ്വാനനാണ് കാത്തുനിൽക്കുന്നത്. ഹിന്ദു ഐതിഹ്യങ്ങളിലെ ഒരു പുണ്യനദിയാണ് ഇത്. മധ്യപ്രദേശിലെ ധാർ ജില്ലയുടെ വടക്കുഭാഗത്തു നിന്നുത്ഭവിക്കുന്ന നദി മാൾവ പീഠഭൂമിയിലൂടെ ഒഴുകി രാജസ്ഥാൻ അതിർത്തിയിൽ ചമ്പൽ നദിയിൽ ചെന്നുചേരുന്നു. ഈ നദിയിലാണ് ഉജ്ജയിൻ കുംഭമേള നടക്കുന്നത്. ഇവിടെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന ഒരു പരിപാടി നടക്കുന്നുണ്ട്. ജോലി ഒട്ടും ശാസ്ത്രീയമല്ലെങ്കിലും മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടുന്നു എന്നത് ആശ്വാസം. താരതമ്യേന വൃത്തിയോടെയാണ് നദീതീരം കിടക്കുന്നത്. വാരണാസിയിലെ ഘട്ടുകളേക്കാൾ വൃത്തിയുണ്ട്. ഘട്ടിന്റെ പ്രധാന ഭാഗം കുറച്ചകലെ നേരെ മുന്നിലായി കാണുന്നതാണ്.
ഈ ഘട്ടിൽ നിരവധി ചെറിയ ക്ഷേത്രങ്ങളുണ്ട്. പല പല മൂർത്തികൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ക്ഷേത്രങ്ങളാണ്. പതിവായി ബലിതർപ്പണം നടക്കുന്ന ഘട്ട് കൂടിയാണ് ഇത്. എല്ലാ ദിവസവും രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും തർപ്പണം നടത്തുന്നതിനായി ആളുകൾ ഇവിടേക്കെത്തുന്നു. തർപ്പണം ചെയ്യാനെത്തുന്നവർക്കുള്ള സാമഗ്രികൾ വിൽക്കാൻ ഇവിടെ ആളുകളുണ്ട്. റാംഘട്ടിലെ പടവുകളിലിരുന്ന് പിതൃക്കൾക്ക് തർപ്പണം ചെയ്യുന്നു. പിന്നെ ക്ഷിപ്ര നദിയിൽ ഒന്ന് മുങ്ങിക്കുളിച്ച് അവർ മടങ്ങുന്നു. 4 രാജ്യങ്ങൾ: മലേഷ്യ, തായ്ലാന്റ്, ടാൻസാനിയ, ചൈന. അവിടുത്തെ വിശദമായ കാഴ്ചകളും അനുഭവങ്ങളുമായി ഇതാ സഞ്ചാരം 12ാം വോളിയം പെൻഡ്രൈവിൽ. സഞ്ചാരം വോളിയം നമ്പർ 12. പെൻഡ്രൈവ് വില 4000 രൂപ. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ചിലയിടത്ത് പല ദേവതകളെ ആരാധിക്കുന്ന ചെറുമണ്ഡപങ്ങൾ. അതിനു പുറമെയാണ് മുന്നിൽ ഇക്കാണുന്ന തരത്തിലുള്ള നിരവധി ചെറുക്ഷേത്രങ്ങൾ. അവിടെയൊക്കെ പൂജകൾ നടക്കുന്നു. ആളുകൾ പ്രാർത്ഥിക്കുന്നു, കാണിക്ക അർപ്പിക്കുന്നു. ഭാരതത്തിലെ ഏറ്റവും പഴക്കമുള്ള ഘട്ടുകളിൽ ഒന്നാണ് ഇത്. കുംഭമേളയുടെ പ്രധാന വേദിയും ഇതുതന്നെ. നദിക്കപ്പുറം കാവിനിറം പൂശിയ ഒരു മന്ദിരം കാണാം. ഭൂക്കിമാത ക്ഷേത്രം. വിക്രമാദിത്യന്റെ കാലം മുതൽ തന്നെ അവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നുവെന്നാണ് വിശ്വാസം. ഘട്ടിൽ കുടകൾക്ക് ചുവട്ടിൽ പണ്ടകൾ കാത്തിരിപ്പുണ്ട്. കുറെ പേർ പിതൃതർപ്പണത്തിന് ശേഷം നദിയിൽ മുങ്ങിക്കുളിക്കുന്നുണ്ട്. ശിരസടക്കം നദിയിൽ മുങ്ങി നിവരുന്ന കുളിയാണ്. രാവിലെ തന്നെ ഘട്ട് സജീവമായി കഴിഞ്ഞു. പൂജാദ്രവ്യങ്ങൾ വിൽക്കുന്ന കച്ചവടക്കാർ ചിലയിടത്ത്. ഇത് മറ്റൊരു ക്ഷേത്രമാണ്. ഇത്തരത്തിലുള്ള മിക്ക ക്ഷേത്രങ്ങളിലെയും പ്രതിഷ്ഠ ശിവലിംഗമാണ്. ക്ഷേത്രത്തിന്റെ തിണ്ണയിലും തർപ്പണകർമ്മങ്ങൾ നടക്കുന്നുണ്ട്. തർപ്പണത്തിനു ശേഷം ഇവിടെ നദിയിൽ ഒഴുക്കുക ഒരു പ്രത്യേക സംഗതിയാണ്. ചെറിയ ഉരുളകൾ. ഗോതമ്പ് മാവ് കുഴച്ച് ചെറിയ ഉരുളകളാക്കുന്നു. കർമ്മങ്ങൾക്ക് ശേഷം അത് കൊണ്ടുചെന്ന് നദിയിൽ അർപ്പിക്കും. പ്രാർത്ഥനയോടൊപ്പം മാവ് കുഴച്ച് ഇങ്ങനെ ഉരുളകളാക്കിക്കൊണ്ടിരിക്കും ആളുകൾ. പണ്ടകൾ കർമ്മം ചെയ്യുന്നവർ ഉച്ചരിക്കേണ്ട പ്രാർത്ഥനാ മന്ത്രങ്ങൾ ചൊല്ലിക്കൊടുക്കുന്നു. അത് കേട്ടും ഏറ്റുപറഞ്ഞുമാണ് കർമ്മം ചെയ്യുന്നവർ മാവ് ഉരുട്ടുന്നത്. കുംഭവും നാളികേരവുമെല്ലാം പണ്ടകൾ നേരത്തെ തന്നെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും. അതിന് സമീപമിരുന്നാണ് പ്രാർത്ഥനാ മന്ത്രങ്ങളുടെ അകമ്പടിയോടെ തർപ്പണകർമ്മം ചെയ്യുന്നത്. മറ്റൊരു ഭാഗത്ത് ഒരാൾ ഉരുട്ടിയ ഗോതമ്പ് മാവ് നെയ്യിൽ മുക്കി ഒരുക്കി വെക്കുന്നു. ഇത് ഒടുവിൽ മത്സ്യങ്ങൾക്ക് ഭക്ഷണമാകാനുള്ളതാണ്. മിക്ക തർപ്പണ സ്ഥലങ്ങളിലും മത്സ്യങ്ങളാണ് തർപ്പണം ചെയ്യുന്ന വസ്തുക്കൾ ആഹരിക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ അരിയും എള്ളുമാണ് തർപ്പണത്തിനായി ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ ഗോതമ്പ് മാവാണെന്ന വ്യത്യാസം മാത്രം. നിരവധി കർമ്മികൾ രാവിലെ തന്നെ റാംഘട്ടിൽ സ്ഥാനം പിടിച്ചിരിക്കും. ഇത്തരം തീർത്ഥഘട്ടങ്ങളിൽ കാഴ്ചകൾ ക്ലോസപ്പിൽ നിരീക്ഷിക്കുമ്പോൾ കൗതുകകരമാണ്. എല്ലാ ദിവസവും ഇവർ ചെയ്യുന്ന ജോലിയാണിത്. അവർ രാവിലെ തന്നെ പട്ടുവിരിച്ചും വിളക്ക് കൊളുത്തിയും കുംഭവും നാളികേരവും വെച്ചും തർപ്പണം ചെയ്യാനുള്ള സ്ഥലം ഒരുക്കി വെച്ചിരിക്കും. മനസ്സിൽ എന്ത് ധ്യാനിക്കണമെന്ന് പറഞ്ഞുകൊടുത്ത് അവർ തർപ്പണ പ്രക്രിയ പൂർണ്ണതയിലെത്തിക്കുന്നു. പല കാലത്ത് നിർമ്മിച്ച പലതരം ക്ഷേത്രങ്ങൾ. ഘട്ടിലൂടെ നടക്കുമ്പോൾ കുറേ ദൂരം ഇതുതന്നെയാണ് കാഴ്ച. നീളമേറിയ ഒരു ഘട്ടാണിത്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിക്കപ്പെട്ട ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്. അതിന്റെ രൂപത്തിൽ നിന്ന് തന്നെ അക്കാര്യം വ്യക്തമാകും. പൂജാസാമഗ്രികൾ വിൽക്കുന്ന കടകൾ മാത്രമല്ല ഇവിടെയുള്ളത്. പ്രഭാത ഭക്ഷണവും കിട്ടും. കച്ചോരിയാണ് പ്രധാന വിഭവം. ഇവിടെ ഒരു സ്ത്രീയുണ്ട്. അവർ വലിയ പാത്രത്തിൽ ഗോതമ്പ് മാവ് ഉരുട്ടി വെക്കുകയാണ്. ചെറിയ ഉരുളകളാണ്. തേങ്ങയും പൂക്കളും താലത്തിൽ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്.
അതിനു പുറമെയാണ് ഗോതമ്പ് ഉണ്ടകൾ. ഇത് മത്സ്യങ്ങൾക്ക് നൽകാനുള്ളതാണെന്ന് ഈ സ്ത്രീയാണ് എനിക്ക് പറഞ്ഞു തന്നത്. ഞാൻ ഇവരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഈ ക്ഷേത്ര നഗരത്തിലെ അന്തേവാസി തന്നെയാണ്. എല്ലാ ദിവസവും രാവിലെ ഇവിടേക്ക് വരും. പൂക്കളും മറ്റു പൂജാദ്രവ്യങ്ങളും വിറ്റാണ് ഉപജീവനം. ഇത് തർപ്പണത്തിനു വേണ്ടിയുള്ളതല്ല. ഘട്ടിലെത്തുന്ന വിശ്വാസികൾ ചെറിയ താലത്തിൽ ഇത്തരം ഉണ്ടകൾ വാങ്ങി പടവുകളിൽ നിന്ന് മത്സ്യങ്ങൾക്ക് എറിഞ്ഞുകൊടുക്കുന്നത് പതിവാണ്. ചെറിയ 4-5 ഉരുളകൾ 25 രൂപയ്ക്കാണ് വിൽക്കുന്നത്. നല്ല ഡിമാൻഡാണ് ഇതിന്. ഉച്ചയാകും മുൻപേ ഈ ഉരുളകളെല്ലാം വിറ്റുപോകും. ഇങ്ങനെ കുറെ പേർ പരമ്പരാഗതമായി ഈ ഘട്ടിനെ ഉപജീവിക്കുന്നുണ്ട്. എന്തിനാണ് ഈ ഉരുളകൾ ഉപയോഗിക്കുന്നത് എന്നൊക്കെയുള്ള വിവരങ്ങൾ സ്ത്രീ എനിക്ക് പറഞ്ഞു തന്നു. വർഷങ്ങളായി ഇവിടെ ഈ ജോലി ചെയ്താണ് ജീവിക്കുന്നത്. 1 കിലോമീറ്റർ അകലെയുള്ള മഹാകാലേശ്വർ ക്ഷേത്രത്തിന് അരികെയാണ് താമസം. സംസാരിക്കുന്നതിനൊപ്പം തന്നെ യാന്ത്രികമായി എന്നോണം ഗോതമ്പ് മാവ് ഉരുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവർക്കിത് നിത്യാഭ്യാസമാണല്ലോ. ചിലർ ഉരുളകൾ വാങ്ങാതെ ഗോതമ്പ് മാവ് കുഴച്ച് കയ്യിൽ വെച്ച് അതിൽ നിന്ന് ഓരോന്നുള്ളെടുത്ത് നദിയിലേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭക്തർക്ക് ഇതൊരു വഴിപാട് കൂടിയാണ്. പിതൃക്കളുടെ ആത്മാക്കൾ മത്സ്യങ്ങളായി ഘട്ടിൽ വസിക്കുന്നുവെന്ന് കരുതുന്നു ചിലർ. നദിയിലേക്ക് ഇറക്കി നിർമ്മിച്ച പടവുകളും ഇടയ്ക്കിടെ ചെറു പ്ലാറ്റ്ഫോമുകളും കാണാം. വെള്ളം അത്ര ശുദ്ധിയുള്ളതൊന്നുമല്ല. അനേകർ ഒഴുക്കിയ പൂജാദ്രവ്യങ്ങൾ അതിൽ ചിതറിക്കിടക്കുന്നു. ഘട്ടിൽ സുരക്ഷ ഉറപ്പാക്കാനായി ബോട്ടിൽ ആളുകളുണ്ട്. ആഴവും അടിയൊഴുക്കുമുള്ള നദിയാണ്. ബോയകൾ കൊണ്ട് അതിർത്തി നിശ്ചയിച്ചിരിക്കുന്നതിനപ്പുറത്തേക്ക് ആളുകൾ ഇറങ്ങാൻ പാടില്ല. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമെല്ലാം ഒരേ കടവിൽ തന്നെയാണ് തർപ്പണം ചെയ്യുന്നതും മുങ്ങിക്കുളിക്കുന്നതുമെല്ലാം. ക്ഷിപ്ര നദിയിലെ സ്നാനം പുണ്യകർമ്മമായാണ് ഹിന്ദുക്കൾ കണക്കാക്കുന്നത്. പവിത്രത എന്നതിന്റെ പര്യായമായാണ് ക്ഷിപ്ര എന്ന പദം ഉപയോഗിക്കുന്നത്. മഹാവിഷ്ണുവിന്റെ അവതാരമായ വരാഹത്തിൽ നിന്നും ഉത്ഭവിച്ച നദിയാണ് ക്ഷിപ്ര എന്നാണ് ഹൈന്ദവ വിശ്വാസം. കാളിദാസ കാവ്യമായ മേഘസന്ദേശത്തിൽ ഈ നദി പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. 2015 നർമ്മദയുമായി ബന്ധിപ്പിക്കപ്പെട്ട നദിയാണ് ക്ഷിപ്ര. നർമ്മദാ നദിയിൽ നിന്നും വെള്ളം ക്ഷിപ്ര നദിയിലേക്ക് എത്തിക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു അത്. വീണ്ടും ഞാൻ മുന്നോട്ട് നടന്നു. ഏതോ ഗ്രാമത്തിൽ നിന്നും പിതൃതർപ്പണത്തിനായി എത്തിയ കുടുംബം നദിയെ പശ്ചാത്തലമാക്കി നിന്ന് ഫോട്ടോ എടുക്കുന്നു. തീർത്ഥാടകരുടെ വലിയൊരു കേന്ദ്രം തന്നെയാണിത്. മഹാകാലേശ്വർ ക്ഷേത്രം സന്ദർശിച്ച ശേഷം ആളുകൾ അടുത്തതായി എത്തുന്നത് ഇവിടേക്കാണ്. പടവുകളിൽ പലയിടത്തും ശിവലിംഗങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. കച്ചവടക്കാർ നിരവധി. ഹൈന്ദവർ ഗംഗാജലം പോലെ തന്നെ പവിത്രമായാണ് ക്ഷിപ്രയിലെ ജലത്തെയും കാണുന്നത്. അതുകൊണ്ട് തന്നെ ദൂരദിക്കിൽ നിന്നും വരുന്നവർ ഇവിടം സന്ദർശിച്ചു മടങ്ങുമ്പോൾ കച്ചവടക്കാരിൽ നിന്നും വാങ്ങിയ ചെറിയ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ നദീജലം ശേഖരിച്ചു കൊണ്ടുപോകുന്നു. പുണ്യാഹമായാണ് അവർ അത് ഉപയോഗിക്കുക. കൊറോണ വ്യാപന നാളുകളിലെ ലോക്ക്ഡൌൺ കാലത്ത് ഇവിടെ റാംഘട്ടിൽ ഉണ്ടായ സംഘർഷം വലിയ വാർത്തയായിരുന്നു. ലോക്ക്ഡൌൺ കാലത്തും ധാരാളം പേർ ക്ഷിപ്ര നദിയിൽ തർപ്പണത്തിനെത്തിയതാണ് പ്രശ്നമായത്. ഇക്കാണുന്നത് ഇവിടുത്തെ ശിവമന്ദിറാണ്. വലിയൊരു ക്ഷേത്ര കോംപ്ലക്സ് ആണിത്. റാംഘട്ടിൽ ഈ ഭാഗത്തെ ഏറ്റവും പ്രധാന ക്ഷേത്രവും ഇതുതന്നെ. ക്ഷേത്രത്തോടനുബന്ധിച്ച് ചില പൗലിനുകളുണ്ട്. ക്ഷേത്രത്തിന്റെ വരാന്തയിൽ പണ്ടകളിരുന്ന് തർപ്പണകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. മനോഹരമായൊരു കെട്ടിടമാണിത്. പക്ഷേ ചേരാത്ത നിറങ്ങൾ പൂശിയും കേബിളുകൾ വലിച്ചുകെട്ടിയും അത് തെല്ല് വൃത്തികേടാക്കിയിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിതമായ കാലത്ത് ഒരു വാസ്തുവിദ്യ അത്ഭുതം തന്നെയായിരിക്കും ഈ ക്ഷേത്രമൊക്കെ. ഇപ്പോൾ വേണ്ടത്ര പരിഗണന മന്ദിരത്തിന് ലഭിക്കുന്നില്ലെന്ന് തോന്നും. പൂർണ്ണത നഷ്ടപ്പെട്ട ഒരു പുരാതന നിർമ്മിതി. ചില ഭാഗത്ത് കൈവരികൾ തകർന്നു പോയിരിക്കുന്നു.
ഇന്ത്യയുടെ ഉജ്ജയിൻ പോലുള്ള എല്ലാ നഗരങ്ങളും യഥാർത്ഥമായ വാസ്തുവിദ്യയുടെ അത്ഭുതങ്ങൾ ഉള്ളിൽ ഒളിപ്പിക്കുന്നുണ്ട്. പിന്നീട് വന്ന തലമുറകൾക്ക് അതിന്റെ മൂല്യം പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അതിൽ ഏച്ചുകെട്ടലുകളും ചേർച്ചയില്ലാത്ത ചായമടിക്കലുമെല്ലാം ഉണ്ടായത്. അതോടെ പൗരാണികമായ സൗന്ദര്യം ആ മന്ദിരങ്ങൾക്ക് നഷ്ടമാവുകയും ചെയ്തു. മനസ്സുവച്ചാൽ ഇതൊക്കെ പൂർവ്വസ്ഥിതിയിലാക്കാവുന്നതേയുള്ളൂ. അങ്ങകലെ ധവളിമയാർന്ന ഒരു മന്ദിരത്തിന്റെ മകുടം കാണാം. അത് ഉജ്ജയിനിലെ ഗുരുദ്വാരയാണ്, സിഖ് ആരാധനാലയം. അതിനിപ്പുറം കാവ്യനിറത്തിൽ ഭൂക്കി മാതാ ടെമ്പിൾ. ഗുരുദ്വാര ഗുരുനാനാക്ക് സാഹിബ് എന്നാണ് സിഖ് ആരാധനാലയത്തിന്റെ പൂർണ്ണനാമം. അങ്ങനെ പല മന്ദിരങ്ങൾ. നദിയുടെ ഇരുകരയിലും അവയങ്ങനെ തലയെടുപ്പോടെ നിൽക്കുകയാണ്. ക്ഷിപ്രയുടെയും തീരങ്ങളുടെയും ആ കാഴ്ചകളിൽ മുഴുകി ഞാൻ നിന്നു.